നമ്മളെ നമ്മള് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ അടുത്ത പരിപാടി പരിപാടിയാണ്, വാളവലയുടെ പരിപാടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വലയെല്ലാം കയറ്റി നമ്മുടെ ആറ്റ് ഞങ്ങൾ ഇന്നലെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയായിരുന്നു. വല എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോന്നൊക്കെ അറിയേണ്ടത്. കുഴപ്പമില്ല, പക്ഷെ മീനൊന്നും കിട്ടിയില്ല നമുക്ക്. ഞങ്ങളൊന്ന് അടിച്ചു നോക്കിയിട്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ കായ്പുറം അല്ലേടാ, കായൽപ്പുറം കായൽപ്പുറമാണെന്ന് തോന്നി ഈ സ്ഥലം. പക്ഷെ ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. നമ്മള് ഞങ്ങളുടെ നേരെ കാണുന്ന പാടത്ത് ഞങ്ങൾ വാള പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉള്ളത് നമ്മുടെ ചാനലിനകത്തുണ്ട്. ഒരു 2 ദിവസമല്ലേ, 2 ദിവസമാണോ 3 ദിവസമോ, 2 ദിവസമല്ലേ, 2 ദിവസം അടുപ്പിച്ച് നമ്മൾ വാള പിടിക്കുന്ന വീഡിയോ ഇട്ടിരിക്കുന്ന എന്റെ ഈ നേരെ കാണുന്ന ഓപ്പോസിറ്റ് പാടമാണ്. ആ കാണുന്ന പാടത്ത് നിന്നാണ് നമ്മൾ വാള പിടിച്ചൊരു താഴ്ച കണ്ടത്. ഇനി ആരെങ്കിലും ഒക്കെ ആ വീഡിയോ കാണാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. വാള എന്ന് പറഞ്ഞാൽ ഇച്ചിരി മണിയും വാളയൊന്നും അല്ല നമ്മൾ പിടിച്ചത്, നല്ല ന്യായം വാള പിടിച്ചിട്ടുണ്ട്. നമ്മളിന്നേരം വാള പിടിച്ച അതിന്റെ തൊട്ടിപ്പറ കാണുന്ന ഒരു വട്ടക്കായലായത്. ഈ വട്ടക്കായലിൽ ഞങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ അങ്ങേ വർഷമൊക്കെ ഞങ്ങൾ ഇവിടെ വാളവല അടിക്കാൻ വന്നിട്ടുള്ളേ. അന്ന് ഞങ്ങൾക്ക് രോഹുവും വാളേനെയും കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഇവിടെ വന്നില്ല. പക്ഷെ കഴിഞ്ഞ സീസണിൽ ശരിക്കും വാളയുണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ നമ്മൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചുമ്മാ വലയടിക്കുമല്ല, മീനെ കണ്ടിട്ട് കൺഫേം ആണെങ്കിൽ വലയടിക്കുന്നത്. എന്താ പറയാ, മീനെ കാണാതെ നമ്മൾ ഈ വലയടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ വാള നമുക്ക് അറിയാൻ പറ്റും, വാള മറിയും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും മീൻ, വലിയ മീൻ മറിയുന്ന കാണുവാണെങ്കിൽ നമ്മൾ വലയടിക്കും. നമ്മുടെ വല കൂടുതലുണ്ട്. കഴിഞ്ഞ അങ്ങേ സീസണിൽ ഞങ്ങള് 33 കിലോ വല എടുത്തിട്ട് ഈ വല അത് മുറിച്ച് കളഞ്ഞതാ. വല കൂടുതലായിട്ട് നമുക്ക് ഒരു ദിവസം 2-3 വല അടിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അതുകൊണ്ട് വല മുറിച്ച് കളഞ്ഞിട്ട് ഞങ്ങള് ബാക്കി വല എടുത്തിരിക്കുന്നത്. കുറച്ച് വല മുറിച്ച് കളഞ്ഞതിന്റെ നമ്മൾ പാടത്തൊക്കെ സിലോപ്പി പിടിക്കാനൊക്കെ ഞാനിട്ട വല ഇതിന്റെ പീസ് വലയായിരുന്നു. നമുക്ക് ഇതിനകത്ത് നോക്കാം, ഇതിനകത്ത് ഒരു ടീം അവിടെ വല അടിക്കുന്നുണ്ട്. ഒരു വല ഇട്ട് തീർന്നു. അവർക്ക് എനിക്കൊന്ന് കുറച്ച് വലയുള്ള ടീമാണെന്ന് തോന്നുന്നല്ലേ, ഒരു വല ഇട്ട് തീർന്ന്. പക്ഷെ ഒറ്റ വള്ളത്തെ നമ്മൾ 2 വള്ളത്തെ നമ്മൾ 4 പേരാ വന്നിരിക്കുന്ന. സുധിയുണ്ട്, വിനീഷുണ്ട്, കുരുന്നനുണ്ട്, ഞങ്ങള് 4 പേര് വന്നിരിക്കുന്നത്. 4 പേര് വേണം. പക്ഷെ 4 അല്ല 5 പേരാണ്. ഇത് വലിയ വള്ളമാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ നിൽക്കുന്നത് വലിയ വള്ളമാണ്. ഈ വള്ളം തുഴയിൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. അത് തന്നെയല്ല, നമ്മള് വലയടിക്കുന്നത് കുറച്ചേ കാണിക്കുന്നുള്ളൂ. വലയെന്ന് പറഞ്ഞാൽ ഇത്രയും വല ഇറക്കി തീരുവെന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസമുള്ള പരിപാടിയാണ്. അന്നേരം നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തുണ്ട്. അവര് അവരുടെ ചെറിയ എണ്ണി വലയുണ്ടെന്ന് അവർക്ക്. അവരിട്ട് തീർന്നിട്ടില്ല. നല്ല ലോങ്ങില്ല, നല്ല ലോങ് നമ്മുടെ ഫോണിന്റെ ഇതായോണ്ടോ കേട്ടോ. പിന്നെ നമ്മുടെ കമന്റിലൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഒന്നും കറക്റ്റ് ആകുന്നില്ല. നമ്മുടെ ഈ ഫോണിൽ വെച്ച് മിക്കവാറും ചിലപ്പോൾ ഞാൻ ഈ കരയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഈ മീൻ നോക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നത്. ഈ ചൂണ്ടൊക്കെ അന്നേരം അതിന്റെയൊക്കെ എന്റെ ചെറിയ പോരായ്മകളുണ്ടാവും വീഡിയോക്കകത്ത്. പിന്നെ ഞങ്ങൾ ആള് കൂടിയാലും നമ്മുടെ ഫസ്റ്റ് സാധനം ഞങ്ങൾക്ക് മീൻ പിടിക്കുക എന്നുള്ള ഇതാണ്. നമ്മൾ ഇന്നലെ പെട്ടെന്ന് ഈ വീഡിയോയുടെ കാര്യമൊക്കെ അങ്ങ് വിട്ടുപോകും. പക്ഷെ നമുക്ക് മീൻ കിട്ടിയാലേ ഉള്ളൂ നമ്മുടെ ജീവിതമാർഗം നടക്കത്തുള്ളൂ. അന്നേരം മാക്സിമം ഞങ്ങളാ കഴിയാവുന്ന രീതി ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് മീനല്ല. അന്നേരം നമുക്ക് നോക്കാം. നമുക്ക് വലയടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ വല അടിക്കത്തില്ല, മീനെ കണ്ടിട്ട് ഞങ്ങൾ വലയടിക്കത്തുള്ളൂ. ഇനി മീനില്ലെങ്കിൽ വെറുതെ പോകും. മീനെ കാണാൻ നമ്മൾ വലയടിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകത്തില്ല. ചെയ്തില്ലെന്നേ ഉള്ളല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്നാ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ മീനുള്ള പാടം ഇത് കായലാണിത്. ഇത് അത്ര വലിയ കായലൊന്നുമില്ല, ചെറിയ കായലാണ് ഇത്. നമ്മളത് ഫസ്റ്റ് വല ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വല എന്ന് പറഞ്ഞത് ഇങ്ങനെ വട്ടത്തിൽ ഇറക്കിയിട്ടിരിക്കുക. മീനെ ഞങ്ങൾ കണ്ടില്ല, മീനെ കാണാതെ അടിച്ചത്. എന്ന് വെച്ചാൽ അവർ പറഞ്ഞ് ഇത്രയും ദൂരം വന്നതുകൊണ്ടേ എന്തായാലും അടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഇത്രയും പെട്രോൾ കത്തിച്ച് വന്നതല്ലേ, അങ്ങനെ അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കറക്കി അടിക്കുക. അപ്പോൾ അവർ അങ്ങനെയും കറക്കി വരുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു വല അടിച്ച്. വിനീഷൊക്കെ അങ്ങനെ കറക്കുക. നല്ല ഏരിയയായി പിടിച്ചിരിക്കും നമ്മുടെ വല. എന്തായാലും എടുത്ത വല മൊത്തം എടുത്ത. നമ്മളിതേ ഞങ്ങളുടെ വള്ളത്തിലെ വല തീർന്നു. ഇനി അവരുടെ വള്ളത്തിലെ വലയുണ്ട്. കാണുന്ന കണ്ടോ, ഇത് പൊങ്ങായി കാണുന്ന ഈ ഓറഞ്ചും പച്ചയായിട്ട്. ഇതിനകത്ത് നമ്മൾ പൈപ്പിനടിക്കും. പൈപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതുണ്ട്, ഈ പൈപ്പിനടിക്കും നമ്മൾ. ഇതെല്ലാം അടിച്ച് നോക്കാം. വല്ലതും ചാട്ട ഓട്ടമൊക്കെ ഉണ്ടാകും. സാധാരണ വാള കൂടുതലുണ്ടെങ്കിലേ
സാധാരണ വാള കൂടുതലുണ്ടെങ്കിൽ വല വന്ന് വീഴുമ്പോൾ തന്നെ മേളോട്ട് ചാടാൻ തുടങ്ങും. വല കണ്ട് പേടിച്ച് വാളയൊന്നും ചാടിയൊന്നും ഇല്ല. പിന്നെ നമുക്ക് നോക്കാം എന്തായാലും ഇവിടുന്ന്. ഇപ്പോൾ ഇത് ചെറിയ കായലായതുകൊണ്ട് നമുക്ക് ചുമ്മാ മീൻ മറിയുന്നില്ലല്ലോ, അടിച്ച് നോക്കാം. എന്തായാലും ഇത്രയും ദൂരം ഓടി വന്നുകൊണ്ട് അടിച്ച് നോക്കിയിട്ട് വല്ലതുകൊണ്ടാന്ന് നോക്കാം. കാണും ഇതിനകത്ത് മീനുള്ള ആറാണ്. ഇത് എവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഇതൊന്നും മറിഞ്ഞ് കാണുന്നില്ല ഇവിടെ. ഇനി ഷട്ടർ അടച്ചതിൻ്റെ പുറകെ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല. നോക്കാം എന്തായാലും. നമ്മളിന്നത് വാളവലയായിട്ട് വീണ്ടും ഇന്നത്തെ 3ാമത്തെ പ്രാവശ്യം ഇറങ്ങുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യം ഇറങ്ങിയിട്ടും നമുക്ക് 2 വല അടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. നേരം ഇന്ന് ഞങ്ങള് നേരെ തെക്കോട്ടാവും. തെക്കോട്ടൊന്നേ തകഴി അല്ലെ കരിമടി തോട്ടപ്പള്ളി ഭാഗത്തോട്ടായിരിക്കും പോകുന്നത്. അത് ഇന്ന് എന്തായാലും ഈ 3 ദിവസവും പെട്രോൾ കത്തിച്ച് വെറുതെ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും പിടിക്കണം. അത് ഞങ്ങള് 4 പേരുണ്ട്. ഞങ്ങള് 4 പേരും കൂടിയാണ് പോകുന്നത്. എന്തായാലും ഇന്ന് വലയടിച്ച് നോക്കാം. നോക്കിയിട്ട് എവിടെന്നെങ്കിലും പിടിക്കാതെ നമ്മൾ എന്തായാലും വരത്തില്ല. അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇല്ല. എന്തായാലും നോക്കട്ടെ. രാവിലെ നല്ല മഞ്ഞുമാണ്. ഇതന്നെ പുകയിടുന്നതാണ്. ഇത് പുകയിടുന്നേ, മഞ്ഞല്ല. അതിലൊക്കെ നല്ല രീതിയിൽ പോളയാ. ഞാനൊക്കെ രാവിലെ വെള്ളം നിറഞ്ഞ് അവിടെ പോകുന്നത്. നമ്മള് ഇപ്പൊ കഞ്ഞിപ്പാടം വരെ എത്തി. പറയുന്ന അവിടെ ഒരു വാളം മറിഞ്ഞെന്നാ പറയുന്നത്. കഞ്ഞിപ്പാടം എത്തി. കഞ്ഞിപ്പാടത്തിന് ഇനിയും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ അവിടുന്നാണ് തോട്ടപ്പള്ളിക്ക്, ഈ നേരെ കാണുന്ന അവിടുന്ന് തോട്ടപ്പള്ളിക്ക് തിരിയുന്നത്. തോട്ടപ്പള്ളിയും തകഴിക്കും തിരിയുന്നത് ഇവിടുന്ന്. തോട്ടപ്പള്ളിക്ക് എന്തായാലും തിരിയും നമ്മള്. അവിടെ തിരിഞ്ഞിട്ട് അവിടുന്ന് ഒഴുക്കില്ലെങ്കിൽ തോട്ടം അങ്ങോട്ട് കയറും. ആ തോട്ടിലോട്ട് കയറും നമ്മള്. കരിമാടി തോട്ടിൽ കയറി കരിമാടി കയറി തോട്ടപ്പള്ളിക്ക് പോകാൻ നോക്കിയതാ. അന്നേരം ഈ ഇവിടെ ചെറുതായിട്ട് ഒഴുക്കുണ്ട്. എനിക്ക് തോന്നുന്നു തോട്ടപ്പള്ളിയിലെ ഷട്ടർ മൊത്തം ഇട്ടിട്ടില്ലായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒഴുക്ക് വരത്തില്ല. ചെറിയ ഒഴുക്കുണ്ട്. ഒഴുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ വലയടിക്കൽ നടക്കത്തില്ല. ഈ വല വലിഞ്ഞു പോകും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുക. തിരിച്ച് ഇനി തകഴി റൂട്ടിലോട്ട് പിടിക്കാൻ പോവുക. അല്ല, ഇവിടെ പരിപാടി നടക്കത്തില്ല. എന്താ പെരുവലക്കാര് ഇത് ഫുള്ള് 6 മൊത്തം കവർ ചെയ്തടിക്കുക. പെരുവലക്കാർക്ക് മീനുണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് കവർ ചെയ്തിട്ടിരിക്കുക. കൊട്ടവള്ളക്കാര് മറ്റേ ഇവര് ആന്ധ്രാക്കാരാണെന്ന് തോന്നുന്നല്ലേ, ഹിന്ദിക്കാരാ. അവര് മൊത്തം 6 കൗറുക മൊത്തം വലയിട്ട് വെച്ചിരിക്കുക. അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള കരിമീൻ, കുറുവ, തൂളി, മഞ്ഞക്കൂരിയൊക്കെ കിട്ടുന്നത്. ചിലപ്പോ ഈ വാളേനെയൊക്കെ കിട്ടും അവർക്ക്. അതെ, നമ്മളിത് പടഹാരം വരെ എത്തി. പടഹാരം പാലത്തിന്റെ അവിടം വരെ എത്തി. നമ്മൾ ഇന്നാളൊക്കെ വരുമ്പോ ഈ പാലത്തിന്റെ പണി ഇത്രയും കഴിഞ്ഞില്ല. പാലം ഓപ്പൺ ആയോന്ന് അറിയത്തില്ല. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പാലത്തിന്റെ ഏകദേശം പണി തീർന്നു നടക്കുവാന്ന് തോന്നുന്നു. നമ്മുടെ ഈ ആറ്റിലൊക്കെ ശരിക്കും മറ്റേ മുള്ളങ്കണ്ണി, പാലാങ്കണ്ണി എന്ന് പറയുന്ന മുള്ളങ്കണ്ണി ശരിക്കും അറിയുന്നുണ്ട്. ഇഷ്ടംപോലെ. പക്ഷെ നമ്മൾ വാള മറിഞ്ഞൊന്നും കാണുന്നില്ല. ഇതിന്റെ താഴത്ത് വാളയുണ്ടെ മറിയേണ്ടതാണ്. ഈ പൊടിമീൻ വെട്ടാൻ, ഇതിനൊക്കെ വെട്ടാനായിട്ട്. പാലത്തിന്റെ പെയിന്റ് അടി കഴിഞ്ഞാൽ കിടക്കുക. ഉദ്ഘാടനം കഴിഞ്ഞാന്ന് അറിയത്തില്ല. വെട്ടം വെയിലടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന്. അടിപൊളിയായിട്ടാ പണിതിരിക്കുന്ന പാലമൊക്കെ. താഴത്തു കൂടി നടപ്പാതെയാന്ന് തോന്നുന്നു. മേളിൽ കൂടി വണ്ടി പോകും. കൊള്ളാം. നമ്മള് ഒരു വല അടിച്ചു കേട്ടോ. ഫസ്റ്റില് വന്നിട്ട് രാവിലെ ഒരു വല അടിച്ചു. എന്നും എല്ലാ ദിവസവും ഒരേ വല അടിക്കും. ഒന്നുമില്ല. ലാസ്റ്റ് വെച്ച് വലയും ചുരുട്ടിക്കൊണ്ട് പോകുക. ഇന്നും ഒരു വല അടിച്ചിട്ടുണ്ട്. പിന്നെ വല അടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ ബോട്ട് ഒത്തിരി വരുന്നുണ്ട്. ഇവിടെ ഒത്തിരി എന്ന് പറഞ്ഞാൽ 5-6 ബോട്ട് ഇപ്പൊ പോയി. ഇനി ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഇങ്ങോട്ടുള്ള അധികം ബോട്ടുകളൊന്നും ഇല്ല. ഹൗസ് ബോട്ടില്ലാത്ത സ്ഥലങ്ങളാണ് ഇതല്ല. അന്നേരം ഈ വല അടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഒരു വാളയെങ്കിലും കിട്ടണം. ഒരു വാളയെങ്കിലും കിട്ടാതെ
ഒരെണ്ണം കിട്ടിയാലേ ഉള്ളൂ നമുക്ക് അടുത്ത വലയടിക്കാൻ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വലയടിച്ചിട്ട് മീനൊന്നും ഇല്ലെങ്കിൽ ഒരു മടുപ്പ. അതിൽ ആറ്റൊരു ചെറിയൊരു ഒഴുക്കുണ്ട്. ഞങ്ങൾ കണ്ടോ ഈ വലയെല്ലാം അകത്തിയിട്ട വല അടുത്തടുത്ത് നിൽക്കുക, ചെറിയ ഒഴുക്കുണ്ട് ആറ്റി. അല്ല ഒഴുക്കങ്ങ് നിന്നിട്ടില്ല. എന്തായാലും വലയെടുത്ത് നോക്കാം. വല എടുക്കാൻ നേരത്തെ എടുക്കുന്ന വീഡിയോ കാണിക്കാൻ ഇത്രയും വലിയ വലയിട്ടിരിക്കുന്നതുകൊണ്ട് കാണാൻ മീനെ ഞങ്ങൾ കാണിച്ചു തരാം. മീനെ കയറാൻ നേരത്തെ കാണിച്ചു തരാം. ഉണ്ട് വേണ്ട, രണ്ടും പുറകുണ്ട്. നമ്മളെ വാളൊക്കെ അടിച്ചിട്ട് ഉന്നം തെറ്റി കൊണ്ട് എന്താണെന്നറിയാം, കരിമീൻ ഇട്ടോ ഉണ്ടോ, കരിമീന് ഒരു കണ്ണി. നമുക്ക് എന്തിനാ വള്ളം പിടിച്ചാ ഒരെണ്ണം ഇതിനകത്ത് നീല. അതെ, ചെതുമ്പലുള്ള മീനാ. പക്ഷെ നമ്മുടെ വലയിലൊക്കെ പണ്ടേ മീൻ വീണിട്ടുള്ള വലയായതുകൊണ്ട് പിന്നെ ഇന്നിറങ്ങിയിട്ട് ചെതുമ്പലുള്ള മീനെന്ന് പറഞ്ഞാൽ 3 കരിമീൻ കിട്ടി. ഞങ്ങളുടെ വള്ളത്തെ 3 കരിമീൻ ഉണ്ടായിരുന്നു. ഇവരുടെ വള്ളത്തെ ഒരു പാലാങ്കണ്ണി. ഇതൊക്കെ എങ്ങനെ ഉടക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇതെന്താ ഈ സാധനം ഈ കണ്ണിക്കകത്ത് അവിടെ സൂചി കോർക്കുന്നതൊക്കെ കോർത്തെടുക്കുക. ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റിയ മീനാ. ഇത് എങ്ങനെ കടിച്ചു എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. കണ്ടോ, പിന്നെ നമുക്ക് 3 കരിമീനുണ്ട്. ഒരു കരിമീൻ. ഇതൊക്കെ ഇതിന്റെ ഈ ചെകളയില്ല, ഇത് ഇവിടെ ഉടക്കി കിട്ടിയതാ. ഇവിടെ ഒന്നുണ്ട്. അതിനകത്ത് 2 എണ്ണം, മൊത്തം 3 കരിമീനാ കിട്ടിയത്. കിടക്കുന്നു ഒരു കണ്ണി. കട്ട് ചെയ്തിട്ട് അടുത്ത്. എന്തായാലും നമ്മൾ മുന്നോട്ട് നോക്കുവോ, ഇനിയും കിട്ടാൻ വല്ല മാർഗം ഉണ്ടെന്ന് നോക്കുവോ. എന്തായാലും വാള പിടിക്കാൻ രക്ഷയില്ല. നമ്മൾ വാളവല ഇറക്കിയിട്ട് ഈ കണ്ണിയും കരിമീനും ഇല്ല, കരിമീൻ ഇനിയും ഇല്ല, കരിമീൻ വല ഇറക്കണം. ഇപ്പൊ നോക്കാം, അടുത്ത കാലത്ത് പോയി നോക്കാം. ഞങ്ങളുടെ ഇന്നത്തെ വാളവല പരിപാടി ഞങ്ങൾ നിർത്തി. ഇനിയിപ്പോ എന്തായാലും വാളവലക്ക് എന്തായാലും ഉടനെ പോകുന്നില്ലെന്ന് പറയാൻ നമ്മൾ ഇറങ്ങിയിട്ട് 3-ാമത്തെ ദിവസം ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയ ആകെ 3 കരിമീനാ കിട്ടിയെന്ന്. പിന്നെ ഒരു കണ്ണി ഉണ്ടായിരുന്നു. പിന്നെ കണ്ണി പെട്ടെന്ന് ചീയുന്ന മീനായുണ്ട്. നേരം വീണ്ടും നാളെ വേറെ ഏതെങ്കിലും പരിപാടി ഒപ്പിക്കണം. ഒന്നേ ആറ്റി തന്നെ. പിന്നെ വേറെ പേരുണ്ട്, ഈ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ആറ്റിൽ, നമ്മുടെ ഇവിടെ ഏതെങ്കിലും ആറ്റി വാള മറിച്ചിലുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പോൾ അതിനകത്തൊന്ന് കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എന്നാലും ഞങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.